ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് യൂണിവേഴ്സ് മെസ്സേജ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ ഒരു യെസ് ഓർ നോ എന്താണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതെന്താണ് എന്നൊക്കെയുള്ളത് നോക്കാം. ഹോപ്പിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്, ഡെസ്റ്റിനി, മെറ്റീരിയൽ ഹാർവസ്റ്റ്, ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച്, ലവ് ബിഗിനിങ്. ബോട്ടം ഓഫ് ദ ഡെക്ക് റിവാർഡാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ കറണ്ട് എനർജീനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു മെസ്സേജിനകത്ത് നിങ്ങളുടെ ലൈഫിനകത്ത് പ്രോസ്പെരിറ്റി ബിഗിനിങ് ആണ് കാണുന്നത്. അതായത് ഒരു ന്യൂ ബിഗിനിങ്, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പ്രോസ്പെരിറ്റി, കാര്യങ്ങൾ, അച്ചീവ്മെൻ്റ് ആണ് കാണുന്നത് കേട്ടോ. അപ്പം ഹോപ്പിൻ്റെ കാർഡ് തന്നെ നമുക്ക് ഫസ്റ്റ് വന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻസ് എന്താണ് എന്നൊക്കെയുള്ളതിന് ക്ലാരിറ്റി ആയിട്ട് ടാരോ കാർഡ്സും കൂടി എടുക്കാം. ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് സോർഡ്സ്, ടവർ, നയൻ ഓഫ് കപ്സ്, ടു ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾ, ഏസ് ഓഫ് സോർഡ്സ്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ അവസാനം വന്നിട്ടുണ്ട്. അപ്പം വളരെയധികം പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് എന്നുള്ളത് കാണുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനാണ്, ഒരു ക്ലാരിറ്റി ഇല്ല, മെൻ്റൽ ക്ലാരിറ്റി ഇല്ല, അതുപോലെ തന്നെ ഒരു ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ലൈഫിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാത്തിലും ഒരു ബ്ലോക്ക് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കാരണം ടവർ എനർജി വന്നിട്ടുണ്ട്. ഇത് ബ്ലാക്ക് മാജിക് എനർജീസ്, മറ്റുള്ളവരുടെ കണ്ണേർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏൽക്കുന്നുണ്ടാകുമായിരിക്കും. മറ്റുള്ളവരുടെ അസൂയ കണ്ണ്, അതുപോലെ തന്നെ വാക്കേർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങൾ കോണ്ടാക്റ്റിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും അടുത്തുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നായിരിക്കാം നിങ്ങൾക്ക് ഈ ബ്ലോക്കുകൾ വരുന്നത്. ഓക്കെ, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നിങ്ങൾ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളെടുത്ത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള, നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള, മീൻസ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരുടെയൊക്കെയോ അടുത്ത് നിന്നാണ് നിങ്ങൾക്ക് ഈ ബ്ലോക്ക് എനർജീസ് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപേ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ള ആളെടുത്ത് നിങ്ങളിത് ഷെയർ ചെയ്യാണ്, ഞാൻ ഇന്നതുപോലെ തുടങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ആഗ്രഹമാണ്, ഞാൻ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിയുമ്പം ആ വ്യക്തി നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. നല്ലതാണ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നല്ല രീതിക്ക് അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ മിണ്ടാതിരിക്കും, എന്ത് ആണെങ്കിലും അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളെ പുറകാലം നിന്നിട്ട് അവർ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാകും, ചെയ്തോളൂ, നല്ലതാണ് എന്ന് പറയുന്നുണ്ടാകും. പക്ഷേ അതിനുശേഷം, ഇത് പറഞ്ഞതിൻ്റെ ശേഷം നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബ്ലോക്കുകൾ വരുന്നു. നിങ്ങൾക്കതിലൊരു ആ സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് തുടങ്ങാൻ വേണ്ടി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നു, എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെടുത്താണോ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളിത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ അത്രയും ഓപ്പൺഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന
ഇവിടെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വരെ ആയിരിക്കാം. നിങ്ങൾക്കിപ്പോൾ എന്ത് കാര്യത്തിലാണോ ബ്ലോക്ക് വരുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓപ്പൺഡായിട്ട് എല്ലാവരോടും പറയുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അവിടെ ഒരു ബൗണ്ടറി വെക്കുക. അതായത് പറയേണ്ടത് മാത്രം പറയുക, അല്ലാത്തത് നിങ്ങൾ മിണ്ടാതിരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക. കാരണം അവിടെ നിങ്ങൾക്ക് അസൂയ കണ്ണുകളുണ്ട് എന്നുള്ളതാണ്. അസൂയ കണ്ണുകൾ എന്ന് പറയുമ്പം അവർ മനഃപൂർവ്വം നീ നശിക്കട്ടെ അല്ലെങ്കിൽ നിൻ്റെത് ഇങ്ങനെ ആവട്ടെ എന്ന് പറയുന്നതായിരിക്കില്ല. നിങ്ങളത് അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ജലസ് പോലെയുള്ള കാര്യം, അത്രയേ ഉള്ളൂ. അപ്പം അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങളെ എനർജി എഫക്റ്റ് ആവുന്നുണ്ട്. സോ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരാളെടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ പോലും മറ്റാളുകളുടെ പ്രസൻസ് ഉണ്ട്, മറ്റാളുകളുടെ പ്രസൻസ് കാരണം ബ്ലോക്കുകൾ വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് ഡെസ്റ്റിനീൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് സമയം ഇപ്പോൾ ശരിയല്ല എന്നുള്ളതാണ്. അതായത് ഡെസ്റ്റിനി എന്ന് പറയുമ്പം കാർമിക് ലെസൺസ് നിങ്ങൾ ലൈഫിൽ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അതുപോലെ സ്പിരിച്വാലിറ്റിയിൽ പോകുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അതായത് കാർമിക് ലെസൺസ് എന്ന് പറയുമ്പം നിങ്ങളൊരു കർമ്മ സൈക്കിളിലൂടെ പോകുന്നുണ്ടാവാം, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇവിടെ നല്ല രീതിക്ക് കാണുന്നുണ്ട്. ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുടെ എനർജി ഉണ്ട്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യത്തിൽ ഒക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കാർമിക് ലെസൺ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതൊരു കർമ്മ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾ തീർക്കേണ്ട കടമകളായിരിക്കാം നിങ്ങളായിട്ട് വരുത്തി വെച്ച രീതിയിലാണ് കാണുന്നത്. സോ ഇതൊരു ഡെസ്റ്റിനിയാണ്. ഓക്കെ, നിങ്ങളായിട്ട് വരുത്തി വെച്ചെന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലല്ല. ഈ ജന്മത്തിൽ നിങ്ങളിപ്പം ഫിനാൻഷ്യലി എന്തെങ്കിലും അനാവശ്യമായിട്ട് ചിലവാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അനാവശ്യമായിട്ട് കൊടുക്കുക, അനാവശ്യമായിട്ട് ചിലവാക്കി ദൂർത്തടിക്കുന്നൊരു സ്വഭാവം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ബ്ലോക്കാണ്. അത് നിങ്ങളായിട്ട് വരുത്തി വെച്ചതായിരിക്കും. ഓക്കെ, എന്തും അമിതമായാൽ അമൃതം വിഷമാണ്. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഡൗട്ട്സ് പറയുന്നത്, അവരെ സംശയം പറയുന്നത്, അല്ലെങ്കിൽ പൊസസീവ്നെസ് കാണിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ പേരിലായിരിക്കാം. പക്ഷെ അത് ഓവറാകുമ്പോൾ, ഒരു ലിമിറ്റിനപ്പുറം പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന റിയാക്ഷൻ അത് നെഗറ്റീവായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളായിട്ട് ഈ ജന്മത്തിൽ വരുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, എവിടെയാണ് തെറ്റ് ശരി എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം അതിനെയാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമയം വരുന്നതേ ഉള്ളൂ, സമയം അനുകൂലമാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതാണ്. അത് ഈസി ആയിട്ട് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ചില അവസ്ഥകൾ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത് വരെ നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പം നമ്മളതിനെ ഈസി ആയിട്ട് കണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോവാം എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സിമ്പിളായിരിക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകളെ മാറ്റി നിർത്തുക എന്നല്ല പറയുന്നത്. ചുറ്റിനുമുള്ള ആളുകളെടുത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഷെയർ ചെയ്യുമ്പം അതൊരു ബൗണ്ടറി വെച്ച് അത് നടക്കുന്നത് വരെ സൈലൻ്റായി അതിനെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രം. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇവിടെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രതീക്ഷ എന്താണോ, നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ ഹോപ്പ് എന്താണോ അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. പക്ഷെ അതിന് സമയമെടുക്കും, അല്ലെങ്കിൽ സമയം നിങ്ങൾക്ക് അനുകൂലമാകേണ്ടതായിട്ടുണ്ട്. അതുവരെ അല്ലെങ്കിൽ ആ ഒരു സമയം അടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചാണ്. ഓക്കെ, നിങ്ങൾ ചാലഞ്ചുകൾ നേരിടേണ്ടി വരും, നിങ്ങൾ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ആണ് കാണുന്നത്. ഇവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ, ഒരു കാറിനായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10,000 രൂപ കിട്ടാനായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നേടാൻ പറ്റും. അത് മാനിഫെസ്റ്റഡ് ആവും, ഈസി ആയിട്ട് മാനിഫെസ്റ്റഡ് ആവും. അത് എല്ലാവർക്കും ഉള്ളൊരു പവറല്ല. മാന്ത്രികൻ്റെ പവർ എന്ന് പറയുന്നത്
ചെയ്യുന്നത് എല്ലാവർക്കും കിട്ടുന്നില്ല. പക്ഷേ ചില ആളുകൾ ചെയ്യുമ്പോൾ അതൊട്ടും വർക്ക്ഡ് ആവില്ല. പക്ഷെ ചില ആളുകൾക്ക് പെട്ടെന്ന് അത് മാനിഫെസ്റ്റഡ് ആക്കാൻ പറ്റും. അപ്പം നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നെത്തും എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ ഈ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ പല കാര്യത്തിലും വരുന്നുണ്ട്, കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള അവസ്ഥ, മേ ബി നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ്റെ മെയിൻ കാരണം മൾട്ടിപ്പിൾ പ്രിയോറിറ്റീസ് ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ മോട്ടിവേഷൻ പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയ്ക്കുള്ള സൊല്യൂഷനാണിത്. ഓക്കെ, ഇനി കുറച്ചും കൂടി ഒന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെ കാര്യം, മൂൺ കാർഡ്, പേജ് ഓഫ് വാൻസ്, 4 ഓഫ് വാൻസ്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ആൻസൈറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ടും ചിന്തിക്കുക, എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പം എന്തൊരു കാര്യം ആയിക്കോട്ടെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതങ്ങ് കാട് കയറി ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട്. സോ അത് വെറുതെയാണ്, ആ ഒരു എനർജി വെറുതെയാണ്. അതിൽ നിന്ന് മൂവ് ഓൺ ആകണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വെറും വേസ്റ്റ്, ടൈമും വേസ്റ്റാണ്, എനർജിയും വേസ്റ്റാണ് എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ അത് റിലേഷൻഷിപ്പിൻ്റെ കേസിലായിരിക്കാം. മറ്റുള്ളവരോട് ഈ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് അതിലൊരു എന്താ പറയുക, ജസ്റ്റിസ് കിട്ടുന്നില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവിടെ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ മനസ്സിൽ ഒരു വിങ്ങൽ കൊണ്ട് നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ ഭയങ്കരമായിട്ടും കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയിലേക്ക് വരണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഒരു കിങ്ങിൻ്റെ എനർജിയിലേക്ക് വരൂ എന്നുള്ളതാണ്. കിങ് എന്ന് പറയുമ്പം ആ സ്ട്രഗിളിങ് അവസ്ഥേനെ, അല്ലെങ്കിൽ അവരുടെ ഈ രാജാവിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന എന്തൊരു തീരുമാനങ്ങൾക്കും ഭയങ്കര ബോൾഡായിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും, സ്ട്രെങ്തൻ ആയിട്ട് നിൽക്കും. അപ്പോൾ അതുപോലെയുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ വരൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരുടെടുത്തും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഉള്ളിൽ കിടന്ന് അതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നിങ്ങളുടെ അവസ്ഥകൾ എഴുതൂ, ഒരു ഡയറി പോലെ എഴുതൂ എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് യൂണിവേഴ്സിൽ സമർപ്പിക്കൂ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൂൺ എനർജിയിൽ നിന്ന് മാറിപ്പോവാം. ഓക്കെ, അതുപോലെ തന്നെ ഈ മറ്റാളുകളുടെ പ്രസൻസ് ഇവിടെ ഭയങ്കരമാണ്. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കുന്നത് മറ്റാളുകളാണ്. നിങ്ങൾ കറക്റ്റായിട്ടൊന്നും ഡിസിഷൻസ്, നിങ്ങളല്ല കറക്റ്റ് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ മറ്റാളുകളുടെ പ്രസൻസ് ആണ് കൂടുതൽ കാണുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ യൂണിവേഴ്സ് മെസ്സേജ് എന്ന് പറയുമ്പം ഈഗോ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട്, നെഗറ്റീവ് തോട്ട്സിനെ ക്യാരി ചെയ്യുന്നെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. നിങ്ങളുടെ കണ്ണുകളിൽ കാണാത്ത കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഓക്കെ, അതായത് ചെറിയൊരു കാര്യം, എൻ്റെ പേഴ്സൺ ഇന്ന വ്യക്തിയുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് എന്തൊക്കെ ചിന്തിക്കും, അവരുമായിട്ട് ഡേറ്റിംഗ് ഉണ്ടോ, അവരുമായിട്ട് കറങ്ങാൻ പോകുന്നുണ്ടോ, അവരുമായിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഓക്കെ, സൊല്യൂഷനായിട്ട് ഈഗോസ് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ലെറ്റ് ഗോ ചെയ്യുക, ഈഗോസ് വെക്കാതിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഈ 4 ഓഫ് വാൻസിൻ്റെ എനർജി, നിങ്ങൾ മാരേജ് കാര്യങ്ങളൊന്നും നടക്കാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അത് ലേറ്റ് അല്ല, അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം മെയിൻ നിങ്ങളുടെ യൂണിവേഴ്സ് മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ ഹോപ്പ് കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില നെഗറ്റീവ് വൈബ്രേഷൻസ് ഉള്ളത് നിങ്ങളായിട്ട് തന്നെ റെസിസ്റ്റ് ചെയ്യുക, ആളുകളെ ശ്രദ്ധിക്കുക. അതുപോലെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണോ എവിടെയാണോ ബ്ലോക്കുകൾ വരുത്തി വെച്ചിട്ടുള്ളത് അത് നിങ്ങൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് സൊല്യൂഷനായിട്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിൽ വൈറ്റ് പേപ്പറിൽ എഴുതി കത്തിച്ച് കളയുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് എഴുതിയിട്ട് കത്തിച്ച് കളയുക, അത് യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നതാണ്. അതുപോലെ ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡിപ്രഷൻ പോലത്തെ അവസ്ഥകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓപ്പണോ എന്നുള്ള മന്ത്ര പറയുക. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് റിപ്പീറ്റ്ലി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കോമൺ ആയിട്ട് നിങ്ങളുടെ ഒരു എനർജീനകത്ത് നിങ്ങളുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിങ്, എത്ര സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രഗിളിങ്, ആ ഒരു അവസ്ഥയ്ക്കുള്ള സൊല്യൂഷനായിട്ടുള്ള മെസ്സേജ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റീഡിംഗ് റെസൊനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.